എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എത്ര ഉള്ളില്ലാത്തവർക്കും അവരുടെ മുടി സ്വന്തമായിട്ട് എങ്ങനെ നല്ല ഉള്ളു തോന്നത്തക്ക രീതിയിൽ വീട്ടിൽ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് കട്ടും ലെയർ കട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ മുടിക്ക് പൊതുവേ ഉള്ളു കുറവാണ്. അപ്പോൾ കുറേ നാളായി നീണ്ടിട്ട് ഇതുപോലെ ഇരുന്നതാണ് എൻ്റെ മുടിയെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വെട്ടാന്നപ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വെട്ടാനായിട്ട് താമസിച്ചത്. അല്ലെങ്കിൽ ഞാൻ കുറേശ്ശെ നീളുമ്പോൾ തന്നെ വെട്ടി കളയണയാണ്. അപ്പോൾ ഞാനാണ് എൻ്റെ മുടി എപ്പോഴും തന്നെ വെട്ടാറ്, എല്ലാ പ്രാവശ്യവും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ എല്ലാവരുടെയും മുടി ഞാനാണ് വെട്ടാറ്. അപ്പോൾ പിന്നെ നാട്ടിൽ പോണ സമയത്ത് ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച പാർലറിലെ ചേച്ചി നല്ല പൊടിയായിട്ട് വെട്ടിത്തരും. അപ്പം നമുക്കൊരു 10 മുടിയാ തലയിലുള്ളെങ്കിൽ അത് 10 രീതിക്ക് വെട്ടിത്തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോണ സമയത്ത് ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി വെട്ടും. അല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ പാർലറിൽ പോകാറില്ല, ഇവിടെ ഞാൻ തന്നെയാണ് വെട്ടണത്. അപ്പോൾ നമുക്കറിയാലോ, മുടി ഒരുപാട് കട്ടിയില്ലാത്തവരുടെ മുടി ഒരുപാട് നീണ്ടു കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര വൃത്തികേടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെട്ടിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെട്ടണേന്ന് നോക്കാം. വളരെ ഈസിയാണ് വെട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ മുടി വെട്ടാനായിട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ മുടി നന്നായിട്ട് നമ്മൾ ഷാമ്പു ചെയ്തതിന് ശേഷം വേണം മുടി വെട്ടാനായിട്ട്. അല്ലെങ്കിൽ എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി വെട്ടണ സമയത്ത് എല്ലാ മുടിയും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തില്ല. അപ്പം അന്നേരം നമുക്ക് വെട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഒന്ന് കോമ്പ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾ തലേന്നാണ് ഷാമ്പു ചെയ്തതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ തലേന്ന് ഷാമ്പു ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് തല കഴുകിയ പോലെ തന്നെ നന്നായിട്ട് വെറ്റാകത്തക്ക രീതിയിൽ നമ്മൾ നമ്മുടെ മുടി വെറ്റാക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ചീവണം. പിന്നെ നമ്മൾ എന്തോരം നന്നായിട്ട് കോമ്പ് ചെയ്യുന്നോ അത്രയും നന്നായിട്ട് മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് വെട്ടാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെല്ലാ മുടിയും കൂടെ ഇങ്ങനെ പുറകിലേക്ക് പിടിച്ച് നന്നായിട്ട് കെട്ടുക. നന്നായി വകച്ചിലെടുത്തതിന് ശേഷം എല്ലാ മുടിയും കൂടെ ഇങ്ങനെ ബാക്കിലേക്ക് പിടിച്ച് കെട്ടുക. അപ്പോൾ കെട്ടുമ്പോൾ നമ്മൾ നമ്മുടെ പെടലിയോട് ചേർത്ത് കെട്ടാനായിട്ട് ശ്രദ്ധിക്കണം. കെട്ടിയതിന് ശേഷവും നമ്മൾ നമ്മുടെ മുടി നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ കെട്ടിയിരിക്കുന്ന ബുഷ് പതുക്കെ ഇങ്ങനെ താഴേക്ക് വലിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എന്തോരം ലെങ്ത്താണ് കുറയ്ക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ലെങ്ത് കുറയ്ക്കേണ്ടിയവരാണെങ്കിൽ തന്നെയും നമ്മൾ ആദ്യം ഒരുപാട് ലെങ്ത് ചെറുതാക്കി കട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇങ്ങനെ പുറകേട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ വാല് പോലെ നമ്മളിങ്ങനെ കെട്ടിവെച്ച് കഴിയുമ്പം എക്സ്ട്രാ ഇങ്ങനെ വാല് പോലെ നിൽക്കുക. അപ്പോൾ ആ വാല് പോലെ നിൽക്കണത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്ക് വശം നമുക്ക് കാണാം. ഇത് കണ്ട ബാക്ക് വശത്ത് എല്ലാം ഇപ്പം മുടി നേരത്തെ ഒരു യു ഷേപ്പിലായിരുന്നു മുടി കിടന്നല്ലേ. അപ്പോൾ ആ യു പോലെ നീണ്ടു നിന്നിരുന്നത് എക്സ്ട്രാ നീണ്ടു വന്നതൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞു ഞാൻ. എങ്കിലും ഇപ്പോൾ എൻ്റെ മുടിക്ക് നീട്ടം കൂടുതലാണ്. ഇപ്പോൾ ഇനി എനിക്കത് വെട്ടിക്കളയണം. ബാക്കി ഇനി നമ്മൾ ലെയർ വെട്ടണ സമയത്ത് വെട്ടിപ്പൊക്കോളും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് മുടി ചെയ്വിയതിന് ശേഷം നമ്മുടെ ചെവിയുടെ ബാക്കിൽ നിന്ന് പൊക്കത്തിലേക്ക്, അതായത് നമ്മുടെ ഉച്ചിയിൽ നിന്ന് ചെവിയുടെ ബാക്കിലേക്ക് ഒരു ലെയർ നമ്മൾ മുടി ഇങ്ങനെ എടുത്തിട്ട് ഒരു സെക്ഷൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു ക്ലിപ്പോ, ഇപ്പോൾ ഞാൻ മുടി വെട്ടണ ആളായതുകൊണ്ട് എൻ്റെ ക്ലിപ്പുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ക്ലച്ചറാണെങ്കിലും മതി, ക്ലച്ചർ കൊണ്ട് കുത്തി വെച്ചാലും മതി. എടുത്തിട്ട് ഇങ്ങനെ സെക്ഷനായിട്ട് ഇങ്ങനെ കുത്തി വെക്കുക. ഒരു വശത്തുനിന്ന് എടുത്ത പോലെ തന്നെ രണ്ട് വശത്തുനിന്നും ചെവിയുടെ ബാക്കിൽ നിന്ന്. അപ്പോൾ ചെവിയുടെ ബാക്കിൽ നിന്നായിരിക്കും ബാക്കി മുടി പുറകോട്ട് നിൽക്കും. അപ്പോൾ ആ ബാക്കി പുറകോട്ട് നിൽക്കണ മുടി നമുക്ക് നന്നായിട്ട് ചീവിയിട്ട് അത് നമുക്ക് പുറകിൽ ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ ക്ലച്ചറോ എന്തെങ്കിലും ഇട്ട് നമുക്ക് അതും ഒന്ന് കെട്ടിവെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഈ ഫ്രണ്ടിലെ മുടി വെട്ടുന്ന സമയത്ത് അതിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെക്ഷനായിട്ട് കെട്ടിവെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഒരു വശം വെട്ടി തുടങ്ങാം. അപ്പോൾ ഒരു വശം വെട്ടി തുടങ്ങുന്ന സമയത്തും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ എത്രത്തോളം നമുക്ക് മുടി ചീവാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ചെയ്യുക. എന്നിട്ട് എത്രത്തോളം കുഞ്ഞു ലെയർ എടുത്ത് ചെയ്യാൻ പറ്റുമോ, കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കുഞ്ഞു ലെയർ എടുത്ത് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾ എത്ര മുടി ഇല്ലാത്തവരാണെങ്കിലും മുടി നമ്മുടെ നല്ല തിക്കായിട്ട് കിടന്നോളും. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ക്രൗൺ ഏരിയയിൽ നിന്ന് ഒരു കുഞ്ഞ് സെക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് എനിക്ക് ചിന്നിൻ്റെ ലെവലിനാണ് കിടക്കേണ്ടത്. അപ്പോൾ ചിന്നിൻ്റെ മുകളിൽ കിടക്കുന്നത് എനിക്കിഷ്ടമില്ല. കാരണം നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത്, ഞാൻ ജോലിക്കൊന്നും പോകണില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് പുറകിലേക്ക് കുത്തി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിന്നിൻ്റെ അവിടുന്ന് ഈരി പിടിച്ചിട്ട്
താഴേക്കൊന്ന് കത്രിക ചെരിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചീവണം എന്ന് പറയണത് അതാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ തലയിൽ ഏത് പൊസിഷനിലാണോ ആ മുടി നിൽക്കണേ അതേ ലെവലിൽ നമ്മൾ ചീവണ സമയത്ത് നമ്മുടെ കയ്യിലേക്ക് നമ്മൾ 3-4 പ്രാവശ്യം ചീവി പിടിച്ചെങ്കിൽ മാത്രമേ അതേ ലെവലിൽ നമ്മുടെ കയ്യിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കണ്ട ആദ്യം വെട്ടിയ ആ ലെയർ മുകളിലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ താഴേക്ക് അടുത്ത ലെയർ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴേക്കും ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് നല്ല ലെയറായിട്ട് നമ്മുടെ മുടി വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണ സമയത്തും ഓരോരോ മുടി മാക്സിമം ഒറ്റ കട്ടങ്ങ് ചെയ്യാതെ മാക്സിമം കുറേശ്ശെ മുടിയായിട്ട് കട്ട് ചെയ്ത് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ മുടി ഇങ്ങനെ ഓരോ ലെയറായിട്ട് കിടക്കും. അപ്പോൾ കൂടുതൽ നമുക്ക് ലെയറുകൾ ഉള്ളതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യും. ഇനിയിപ്പോൾ അടുത്ത സെക്ഷനും അതുപോലെ തന്നെ എടുക്കുക. അപ്പം ഇവിടെ ഞാനിപ്പം ഒരു ഫ്രണ്ടിലെ മുടി തന്നെ ഒരു 4 സെക്ഷൻ എടുത്തിട്ടാണ് ഞാൻ വെട്ടിയത്. ശരിക്കും നമുക്ക് അതൊരു 2 സെക്ഷൻ വേണേലും വെട്ടാം. ഇപ്പം നമ്മൾ പാർലറിലൊക്കെ ചെല്ലുവാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടുത്തെയൊക്കെ പാർലറിൽ പോകില്ലാത്തതിന് കാര്യം അതാണ്. ഇപ്പം നമ്മളത് ലെയർ വെട്ടാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു 4-5 സെക്ഷനായിട്ട് വെട്ടണം മുടി അവരൊരു 2 ലെയറും കൊണ്ട് വെട്ടിത്തീരും. അപ്പം നമ്മുടെ മുടി ലെയർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ തിക്കായിട്ട് കിടക്കത്തില്ല, ഒരുപാട് മുടി ഉള്ളതുപോലെ കിടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോകാതെ ഞാൻ തന്നെ വെട്ടണത്. അപ്പോൾ അടുത്ത മുടി അതുപോലെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ വെട്ടിയതിൻ്റെ അടിയിലെ ലെയർ ഉണ്ടാവുമല്ലോ അതിനോട് ചേർത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ലെങ്ത് കൂട്ടിയിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷൻ മുടി വെട്ടേണ്ടത്. ഇതിപ്പോൾ ഈ വശത്തെ ലാസ്റ്റ് സെക്ഷനും ഏകദേശം ഞാൻ വെട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മുടി വെട്ടണ സമയത്ത് ഓരോ ലെയറും നമ്മൾ വെട്ടണ സമയത്ത് മുടി നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചു പിടിച്ചിട്ട് തന്നെ മുടി വെട്ടാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് കണ്ട ഇപ്പോൾ നിങ്ങൾക്കത് ശരിക്കും കാണാമെന്ന് എനിക്കറിയില്ല. പൊക്കം മുതൽ ഇങ്ങനെ ഒരു ലെയറായിട്ടാണ് ഇത് താഴേക്ക് കിടക്കണത്. ഞാൻ വെട്ടമുള്ളിടത്താണ് നിന്നത്, എന്താണെന്ന് അറിയില്ല. ഈ കറുത്ത ഏപ്രൺ ഇട്ടിട്ടാന്ന് തോന്നുന്നു കാണാൻ പറ്റാത്തത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത സെക്ഷനും എടുക്കുക. വേണ്ട, ആദ്യം നമ്മളൊരു കുഞ്ഞ് സെക്ഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ പുറകോട്ട് കുത്തി വെക്കണം. കാരണം അതെല്ലാം കൂടെ നമ്മൾ വെട്ടണ സമയത്ത് ഫ്രണ്ടിലേക്ക് വരാതിരിക്കണം. അപ്പം നമ്മൾ ഇപ്പുറത്തെ വശത്തു നിന്ന് എടുത്ത മുടി ഒരു 2-3 മുടിയും കൂടെ ചേർത്ത് വെച്ചിട്ട് നോക്കണം എന്തോരാന്ന്. എന്നാലേ നമ്മുടെ 2 വശത്തെ ലെയറുകൾ ഒരുപോലെ നിൽക്കത്തുള്ളൂ. ഇപ്പം ഞാൻ 2 വശത്തെ ലെയർ ഞാൻ നടുവേ വകച്ചിലെടുത്തിട്ടല്ല ഇടുന്നത്. എങ്കിൽ പോലും നമ്മൾ വെട്ടണ സമയത്ത് ഇങ്ങനെ 2 വശവും ഒരുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് വേണം വെട്ടാനായിട്ട്. എന്നിട്ട് ഇനി 2 വശത്തെയും ഒരുപോലെ വെട്ടിയതിന് ശേഷം അടുത്തതും അതുപോലെ തന്നെ അടുത്ത വശങ്ങളും അതുപോലെ തന്നെ ലെയറുകളായിട്ട് എടുത്ത് വെട്ടുക എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവോ നമ്മൾ അറിയുന്ന ആർക്ക് വേണമെങ്കിലും വെട്ടിക്കൊടുക്കാം കേട്ടോ ഇങ്ങനെ. പിന്നെ നമ്മൾ വെട്ടണ സമയത്ത് ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലാണ് വെട്ടണമെങ്കിൽ ശകലം ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ കൈ പിടിച്ചിട്ട് വെട്ടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എങ്കിലാണ് നമ്മുടെ മുടിക്ക് ലെങ്ത്തിൽ കിടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാടങ്ങ് വെട്ടിപ്പോയ പോലെ ഇരിക്കും. ഇപ്പം നമുക്ക് ഒരു മിനിമം ഒരു ലെങ്ത്ത് നമുക്ക് വേണമല്ലോ. ഒരുപാടങ്ങ് കുഞ്ഞതായി പോയാലും കൊള്ളത്തില്ല. ഇപ്പോൾ ഒരുപാട് കുഞ്ഞതാക്കണം എന്നുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു ശകലം ഇങ്ങനെ ഇത് കണ്ടോ ഈ സൈഡിലേക്ക് പിടിച്ചിട്ട് വെട്ടുക. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലെ വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അടിവശത്തു നിന്ന് മേളിലേക്ക്. അപ്പോൾ എങ്ങനെ വെട്ടിയാലും നമ്മൾ ഇങ്ങനെ ഒരു സ്ലോപ്പ് എന്ന രീതിക്ക് വേണം വെട്ടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 വശവും വെട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വെട്ടേണ്ടത് ബാക്കിലെ മുടിയാണ്. അപ്പോൾ ബാക്കിലെ മുടി നമ്മൾ വെട്ടണ സമയത്ത് നമ്മൾ ബാക്കിലേക്ക് ആ ബാക്കിലേക്കുള്ള വകച്ചിലും കൂടെ നമ്മളങ്ങ് എടുക്കണം. പുറകിലേക്ക് ഇത് കണ്ട ഇങ്ങനെ ബാക്കിലേക്കുള്ള മുടി 2ആയിട്ട്. അപ്പോൾ അതായത് നമ്മുടെ മുടി 2 വശത്തേക്ക് നമ്മൾ മുടി 2ആയിട്ട് 2 പോണിറ്റെയിലൊക്കെ ട്വിൻ പോണിയൊക്കെ കെട്ടാനായിട്ട് നമ്മൾ വകച്ചിലെടുക്കുന്ന പോലെ ഫുള്ള് ബാക്കിലേക്ക് വകച്ചിലെടുത്തതിന് ശേഷം പിന്നെ ബാക്കിലുള്ള മുടിയും കൂടെ നമ്മുടെ മുടിയോട് ചേർത്ത് ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് വേണം വെട്ടാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്വിൻ പോണി എടുത്തിട്ട് ഞാൻ അതൊരു വശത്തേക്ക് ഒരു വശം അങ്ങ് കെട്ടിവെച്ചു. ഇനിയിപ്പോൾ ഇപ്പുറത്തെ വശത്തുനിന്ന് തന്നെ ഞാൻ വെട്ടി തുടങ്ങുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിലെ മുടികളും കൂടെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അതിനോട് ചേർത്ത് ചീവി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പിടിച്ച് നമുക്ക് വെട്ടാം. അപ്പോൾ അന്നേരം നമുക്ക് പാകത്തിനുള്ള ലെങ്ത്ത് വന്നോളും. ഫുള്ള് മുടി ഇങ്ങനെ എടുത്തിട്ട്
ചീവി നന്നായിട്ട്. അപ്പോൾ കയ്യിൽ നിന്ന് വിട്ടു പോകാതെ ശ്രദ്ധിക്കണം. കയ്യിൽ നിന്ന് വിട്ടു പോയാൽ പിന്നെ നമ്മൾ ചീവി നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചു പിടിച്ചിട്ട് തന്നെ വെട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ എക്സ്ട്രാ മുടി നീണ്ടു നിൽക്കണത് എങ്ങനെയാണെന്നുള്ളത്. ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫുള്ള് അത് ഞാൻ വെട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്ക് നോക്കിയാൽ നേരത്തെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്ന മുടി ഇപ്പോൾ ഏകദേശം ഒരു യു ഷേപ്പിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് രണ്ട് വശത്തുനിന്ന് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നമുക്ക് ബാക്കിലെ മുടി കട്ട് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കിലേക്ക് കിടക്കുന്ന മുടിയുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു വശത്തെ മുടി ഞാൻ ഒരു വശത്തേക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. മറ്റേ വശത്തെ മുടി കുറച്ച് ഭാഗം ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചു. കാരണം അല്ലെങ്കിൽ നമ്മൾ ചീവി പിടിക്കുന്ന സമയത്ത് ഈ മുടി ആ മുടി എല്ലാം കൂടെ നമ്മുടെ കയ്യിലോട്ട് കയറിയിട്ട് പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബാക്കിലെ മുടി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് പിടിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഓരോരോ ഡിഗ്രികളായിട്ട് നമ്മൾ ഒരു 40 ഡിഗ്രി, പിന്നെ ഒരു 90 ഡിഗ്രി, പിന്നെ 180 ഡിഗ്രി എന്നുള്ള രീതിക്ക് നമ്മൾ കറക്റ്റ് ആ ഡിഗ്രി തന്നെ പിടിച്ച് വെട്ടണം എന്നില്ല. അങ്ങനെ വെട്ടിയാൽ നമുക്ക് ആ ഒരു 3 ലെയറുകളായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മൾ ഓരോ സെക്ഷനും പിടിച്ച് വെട്ടുമ്പോൾ നമ്മൾ ഒന്ന് ഇച്ചിരി താത്തി വെട്ടി, കുറച്ചും കൂടെ ഒന്ന് ചീവി പൊക്കി പിടിച്ച് വെട്ടി, ഇച്ചിരം കൂടെ ചീവി പൊക്കി പിടിച്ച് ചീവി വെട്ടി, ഇച്ചിരം കൂടെ പൊക്കി പിടിച്ച് ചീവി വെട്ടുക. അപ്പം അങ്ങനെ ഒരു വശം ഞാൻ വെട്ടിക്കഴിഞ്ഞു, അപ്പുറത്തെ വശവും ഞാൻ വെട്ടിക്കഴിഞ്ഞു. അപ്പുറത്തെ വശവും അതുപോലെ തന്നെയാണ് ഞാൻ വെട്ടേണ്ടത് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ രണ്ട് വശവും എല്ലായിടവും വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഉച്ചി ഭാഗത്തുനിന്ന് കുറച്ച് മുടി ഇങ്ങനെ സർക്കിളായിട്ട് നമ്മളിങ്ങനെ എടുക്കുക. അതിന് ശേഷം ആ മുടി നന്നായിട്ട് പൊക്കത്തിലേക്ക് പൊക്കി പിടിക്കുക. ഒരു 90 ഡിഗ്രിയിൽ നമ്മൾ പൊക്കത്തിലേക്ക് പൊക്കി പിടിച്ചതിന് ശേഷം ഇത് കണ്ട മുടി നീണ്ടു നിൽക്കണേ. അപ്പോൾ ആ നീണ്ടു നിൽക്കണ മുടി നമ്മളിങ്ങനെ അങ്ങ് വെട്ടിക്കുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലേക്കും കൂടെ നമുക്ക് ലെയറുകൾ കിട്ടിക്കോളും. അപ്പോൾ ശകലം സ്റ്റെപ്പ് പോലെയും കൂടെ വന്നോളും നമ്മൾ ആ ബാക്കിലെ മുടിയും കൂടെ കട്ട് ചെയ്യണ സമയത്ത്. പിന്നെ നമ്മളെല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ നമ്മളൊരു പോണിറ്റെയിൽ കെട്ടണ പോലെ നമ്മൾ ഏകദേശം ഒന്ന് പൊക്കി പിടിച്ചിട്ട് വെട്ടുവാണെങ്കിൽ അപ്പോൾ കുറച്ച് മുടി എന്തെങ്കിലും എക്സ്ട്രാ മുടീസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ പുറത്തേക്ക് 1-2 മുടികൾ ഇങ്ങനെ നമ്മൾ വെട്ടിയത് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ 1-2 മുടികൾ ഇങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ കട്ട് ചെയ്ത് വിടുന്ന സമയത്ത് ശരിക്കും അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് വിടാതെ ഒരു അൺഈവൻ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ തുമ്പ് കൊണ്ട് പതുക്കെ അങ്ങ് കട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ലെയറുകൾ കിട്ടിക്കോളും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഒന്നും കൂടെ നമ്മൾ എല്ലാ വശത്തേക്കും ഇതുകൊണ്ട് 2 വശത്തേക്കും ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് പൊക്കി ആദ്യം ഒന്ന് ശകലം പൊക്കി പിടിച്ച് പിന്നെ കുറച്ച് പൊക്കി പിടിച്ച് അങ്ങനെ ഒന്ന് വെട്ടി കറക്റ്റായിട്ടുണ്ടോ നോക്കണം. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ മുടി. അപ്പോൾ രണ്ടാമത് വെട്ടിയ മുടി നിങ്ങൾ കണ്ടല്ലോ. ഇത് കണ്ടോ, ഞാൻ എത്ര കുഞ്ഞാക്കിയാണ് വെട്ടിയിരിക്കണേന്ന് നോക്കിയാൽ ഇത്രയും മുടി എൻ്റെ വെട്ടിപ്പോയത്. അപ്പോൾ വീഡിയോ ഇതായിരുന്നു ഇന്നത്തെ. ഇത് കണ്ട മുടി ഞാൻ വെട്ടിയത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെന്നയും ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രയറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് നാളെ എണ്ണ വെച്ചതിന് ശേഷം വേണം നന്നായിട്ട് ഡ്രയറൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ.